നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സ്റ്റാൻഡേർഡ് 5th സുഗമ ഹിന്ദി എക്സാമിൻ്റെ ഗൈഡാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മുതൽ റോമറ്റർ 6 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത് വരുന്നത് റോമറ്റർ 7th ആണ്. മഹിനോങ്ക നാം ജോഡ്കർ അക്ഷരോമേ ലിഖിയ, മാസങ്ങളുടെ പേരെഴുതാനാണ്. അപ്പോൾ ഇവിടെ 2-12-1999 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എന്ന് പറഞ്ഞത് ദോയാണ്. 12ാമത്തെ മാസം എന്ന് പറഞ്ഞത് ഡിസംബർ 1999. അപ്പോൾ 1999. അടുത്ത 22-ന് പറഞ്ഞത് 22. 3ാമത്തെ മാസം എന്ന് പറഞ്ഞത് മാർച്ച് 1978. 1978. 7-5-1982. 7 മെയ് 1982. ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ, വർഷങ്ങളൊക്കെ. അടുത്ത് വരുന്നത് 15-8-1947. 15-ന് 12. 8ാമത്തെ മാസം എന്ന് പറഞ്ഞത് ഓഗസ്റ്റ്, അല്ലെങ്കിൽ ആഗസ്റ്റ് എന്ന് പറയാം. 1947. അടുത്ത് 28 28. 6ാമത്തെ മാസം എന്ന് ജൂണ് 1940. 1940. 30 1 ജനുവരി 1990. 1990. 26 ജനുവരി 1950. 50-ന് 50. 20-2-2020. 20 ഫെബ്രുവരി 2020. 15-ന് 12. 8 ആഗസ്റ്റ് 1960. 1960. 24-ന് 24. 4 ഏപ്രിൽ 2001. ഓക്കെ. അടുത്ത് അനേകാർത്ത് ലിഖിയെ. സോന, സോനയ്ക്ക് വേറെ അർത്ഥം പറഞ്ഞത് സ്വർണ്ണ നീന്ത്. കാല്, കാലത്തിന് സമയം മൃത്യു. ഹാർ, മാല പരാജയ്. തീർ, അമ്പിന് ബാണ് നദീക കിനാര. കുൽ, ജോഡ് വംശ്. ഉത്തർ, ജവാബ് ഏക് ദിശ. ആം, സാധാരണ ഏക് ഫല്. ദല്ല്, പത്ത സമൂഹ്. അങ്ക്, ഭാഗ് അവയവ്. മത്, രായ് നഹി. അടുത്ത സംയുക്താക്ഷർ സെ ദോ ശബ്ദ ലിഖിയെ. സംയുക്താക്ഷരം വരുന്ന 2 വാക്കുകൾ എഴുതാനാണ്. പ്യ, പ്യാസ് പ്യാജ്. ഉമ്മ, ചമച്ച് സമ്മാന്. ഇല്ല, ബില്ലി മൊഹല ദില്ലി ലില്ലി എന്നൊക്കെ പറയാം. സ്ത്, അസ്തമയ് സ്തർ അസ്ത് വെസ്ത് എന്നൊക്കെ പറയാം. അടുത്ത് സ്ത, സ്ഥാൻ സ്വസ്ത് സ്വാസ്ഥ്യ എന്നൊക്കെ പറയാം. ഇൽദ്, ജൽദി ഹൽദി മെഹന്തി, മെഹന്തി ഇല്ല, ഹൽദി ജൽദി. അടുത്ത് സ്യ, സ്യാഹി സമസ്യ. ഇന്ന്, ഉന്നതി പ്രസന്ന. അടുത്ത് വരുന്ന റോമറ്റർ 10 ആണ്. രേഖാങ്കിത ശബ്ദമൊക്കെ വിലോം ശബ്ദം. അപ്പോൾ ഓപ്പോസിറ്റ് എഴുതാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഓപ്പോസിറ്റുകൾ വായിക്കാം. ഗരം ഠണ്ട, ചൂടും തണുപ്പും. അച്ചി ബുരി, നല്ലതും ചീത്തയും. അപ്രസന്ന പ്രസന്ന, സന്തോഷമുള്ളതും സന്തോഷമില്ലാത്തതും. അപ്രസന്ന, സന്തോഷമില്ലാത്തത്. സച്ച്, സത്യം. ചൂട്ട്, കള്ളം. ടീക്ക്, ഗലത്ത്, ശരിയും തെറ്റും. ജന്മ, മൃത്യു. ജനനവും മരണവും. ന്യായ്, അന്യായ്, ന്യായം അന്യായം. അന്തർ, ബാഹർ, അകത്തും പുറത്തും. സീമ, അസീമ. പ്യാർ, ഘൃണ. അടുത്ത് ചായ് ഗരം ഹെ. ചായ എന്താണ്? ചൂടാണ്. പാനി ടണ്ട ഹെ, വെള്ളം തണുപ്പാണ്. വേ അച്ചി ലടുക്കി ഹെ, മേ അച്ചി ലടുക്കി ഹു, ഞാൻ നല്ല കുട്ടിയാണ്. ബുരി നഹി, ചീത്തയല്ല. രാം അപ്രസന്നത, രാമിന് സന്തോഷമില്ല. പർ മോഹൻ പ്രസന്ന ഹെ, മോഹന് സന്തോഷമുണ്ട്. ഹമേഷ സച്ച് ബോൽനാ ചാഹി, എപ്പോഴും നമ്മൾ സത്യം പറയുക. ചൂട്ട് നഹി, കള്ളം പറയരുത്. രോഹൻ കാ ഉത്തർ ടീക്ക്ത, രോഹൻ്റെ ഉത്തരം കറക്റ്റായിരുന്നു. ഓർ മേര ഗലത്ത, എൻ്റെത് തെറ്റായിരുന്നു. 6ാമത്തത് മേം ന്യായിക്കെ പക്ഷമേ ഹോ, ഞാൻ ന്യായപക്ഷത്താണ്. അന്യായിക്കെ നഹി, അന്യായത്തിനല്ല. മേര ഘർക്കെ അന്തർ ഹെ, മീര ഘർക്കെ അന്തർ ഹെ, മീര വീട്ടിനകത്താണ്. ബാഹർ നഹി, പുറത്തല്ല. ഉമ്ര കി സീമ അന്തിമ ഹെ, വയസ്സ് തീരാറെ. കിന്തു അസീം ജ്ഞാൻ ഹെ, പക്ഷെ നല്ല അറിവാണ്. ഹമേ സബ്സെ പ്യാർ കർണാ ചാഹിയെ, നാം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. ഘൃണ നഹി, വെറുപ്പില്ല. അടുത്തത് വർണ്ണവിച്ഛേദാണ്. ബച്ചുപ്പൻ. ഇപ്പോൾ ബ് പ്ലസ് ആ, ബ്. ബ് പ്ലസ് ആണ് ബ. ച എന്ന് പറയുമ്പോൾ ച് ആ. പ എന്ന് പറയുമ്പോൾ പ് ആ. ന എന്ന് പറയുമ്പോൾ ന് ആ. ഇത് എളുപ്പമാണ് കേട്ടോ. അടുത്ത് പരീക്ഷ. പ എന്ന് പറയുമ്പോൾ പൂം ആയും പ. അടുത്ത് രീ, റ് ഈ. അടുത്ത് ഇക്ഷ, ക് ഷ് ആ. ചുട്ടി എന്ന് പറയുമ്പോൾ ചു ഉ. ട് ട് ഇ, ചുട്ടി. ഡാക്കിയ, ഡ് ആ. കി എന്ന് പറയുമ്പോൾ ക് ഇ. യ എന്ന് പറയുമ്പോൾ യു ആ. ശരീരം എന്ന് പറയുമ്പോൾ ഷ ആ.
രീ എന്ന് പറയുമ്പോൾ ര് ഇ, റ എന്ന് പറയുമ്പോൾ റ് അ. അടുത്ത് സംവിധാൻ, സം സ്വ സ് ആ വ് ഇ ദ് ആ ന് ആ. അത് ഓരോന്നോരോന്ന് നോക്കി പഠിച്ചാൽ മതി. അടുത്ത് ഈ എന്ന് പറയുമ്പോൾ ഈ മ് ഇ അല്ല ഈ എന്ന് വെച്ചാൽ ഈ. അടുത്ത് ഇമ മ് ആ ര റ് ആ ത് ത് ആ. പ്രകൃതി പ് റ് ആ പ് റ് ത് ഇ. അടുത്ത് വിശേഷണം. വിശേഷണം പറയുമ്പോൾ ചെറുത് വലുത് നിറങ്ങൾ ഗുണങ്ങൾ ഇതൊക്കെയാണ് വിശേഷണമായിട്ട് വരുന്നത്. ഇത് ചോട്ട രാസ്ത ഇത് ചെറിയ വഴിയാണ്, അപ്പോൾ അവിടെ വരുന്നത് ചോട്ട. ദൂത്ത് മീട്ട ഹെ പാല് മധുരമുള്ളതാണ്, അപ്പോൾ വരുന്നത് മീട്ട. ലംബി രസി, അപ്പോൾ ലംബി നീളമാണ് അവിടുത്തെ വിശേഷണമായിട്ട് വരുന്നത്. യഹ് പീല ഫൂൽ ഹെ ഇത് മഞ്ഞ പൂവാണ്, അപ്പോൾ പീലയാണ് അവിടുത്തെ വിശേഷണം. യഹ് ഘർ സുന്ദർ ഹെ ഈ വീട് മനോഹരമാണ്, അപ്പോൾ സുന്ദറാണ് അവിടുത്തെ വിശേഷണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിറങ്ങൾ ഗുണങ്ങൾ ഷേപ്പ് ഇതൊക്കെയാണ് വിശേഷണമായിട്ട് വരുന്നത്. ചോട്ട മീട്ട ലംബി പീല സുന്ദർ അച്ച കാല നീല അങ്ങനെയൊക്കെ. രാം അച്ചാലെടുക്കാ ഹെ രാമ നല്ല കുട്ടിയാണ്, അപ്പോൾ അച്ചയാണ് അവിടുത്തെ വിശേഷണമായിട്ട് വരുന്നത്. അടുത്ത ചാലാക്ക് ലോമ്പടി ഹെ ഫല് ചാലാക്ക്. ചാലാക്ക് അതായത് കുറുക്കൻ സൂത്രക്കാരനാണ്, അപ്പോൾ അവിടെ ചാലാക്കാണ് അവിടുത്തെ വിശേഷണമായിട്ട് വരുന്നത്. കാലി ബില്ലി ഫാഗികൈ കറുത്ത പൂച്ച ഓടിപ്പോയി, അപ്പോൾ കാലിയാണ് അവിടുത്തെ വിശേഷണമായിട്ട് വരുന്നത്. ദശരഥക്ക് തീൻ ബേട്ടേ ഹേ ദശരഥന് 3 മക്കളുണ്ട്, അപ്പോൾ തീനാണ് അവിടുത്തെ വിശേഷണമായിട്ട് വരുന്നത്. യഹ് മോട്ട ആത്മീ ഹേ ഇത് വണ്ണമുള്ള ആളാണ്, അപ്പോൾ മോട്ടയാണ് അവിടുത്തെ വിശേഷണം. അടുത്ത നിബന്ധം എഴുതാനാണ്. ഹമാര രാഷ്ട്രീയ ഝണ്ഡയ്ക്ക് ബാരിമ നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് എഴുതാനാണ്. ഭാരതേക്ക് സ്വതന്ത്ര ദേശ് ഹെ ഭാരതം ഒരു സ്വതന്ത്രമായ ദേശമാണ്. ഹമാരെ ഝണ്ടേമേ 3 രംഗ് ഹെ നമ്മുടെ പതാകയിൽ 3 നിറങ്ങളുണ്ട്. ജിസ്കെ കാരണം ഇസെ തിരങ്കാ ഫി കഹാ ജാത്ത ഹെ അതുകൊണ്ടാണ് ഇതിന് ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത്. ഹമാരെ ഝണ്ടയ്ക്ക് രംഗ് ഹെ നമ്മുടെ ഫ്ലാഗിൻ്റെ നിറം എന്നുള്ളത് കേസരിയ സഫേദ് ഓർ ഹര. കേസരി എന്താണ്? ബ്രൗൺ കളറാണ് കേസരിയ. കേസരിയ സഫേദ് വെള്ള ഓർ ഹര പച്ച. കേസരിയ രംഗ് ത്യാഗ് സഫേദ്. കേസരിയ നിറം സൂചിപ്പിക്കുന്നത് ത്യാഗത്തെക്കുറിച്ചും, സഫേദ് രംഗ് സത്യ സഫേദ് വെള്ള എന്നുള്ളത് സത്യത്തെക്കുറിച്ചും, ഓർ ഹര ഖുഷ്ഹാലി കാ പ്രതീക് പച്ച എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക, സന്തോഷം. ഹമേ അപ്പനെ ഝണ്ടേക്ക ആദർ കർണ ചാഹിയെ നാം നമ്മുടെ ഫ്ലാഗിൽ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക. അപ്പോൾ ഭാരതേക്ക് സ്വതന്ത്ര ദേശ് ഹെ ഭാരത് കൈസാ ദേശ് ഹെ ഹേക്ക് സ്വതന്ത്ര ദേശ് ഹെ. हमारे झंडे में 3 रंग है. कितने रंग है? 3 रंग, जिसके कारण इसे तिरंगा भी कहा जाता है. तो 3 रंग के कारण तिरंगा कहता है. हमारे झंडे के रंग है. हमारे झंडे के रंग क्या क्या है? केसरिया सफ़ेद और हरा. केसरिया रंग किसका प्रतीक है? त्याग. सफ़ेद रंग सत्य का और हरा खुशहाली का. हमें अपने झंडे का आदर करना चाहिए. हमें किसका आदर करना चाहिए? हमारे झंडे का. सिंपल अല്ലേ? പഠിച്ചല്ലോ. ഓക്കെ. അപ്പോൾ അടുത്ത് വരുന്നത് ബഹുവചൻ അല്ല ഉചിത് ശബ്ദ ചുൻകർ വാക്യ പൂരാക്കി ഉചിതമായ സെൻറ്റൻസ് ചേർത്ത് എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. കേരൾ ദേശ് ലോക അച്ഛേ ഹേ കേരളത്തിലെ ലോക കേരളത്തിലെ ആളുകൾ നല്ലവരാണ്. തും യഹാ സേ ജാവോ നിങ്ങൾ ഇതിലെ കൂടെ പോവുക. രാജു കെ 3 ബേട്ടേ ഹേ രാജുവിന് 3 മക്കളുണ്ട്. ആപ് ഘർ ജായിയെ താങ്കൾ വീട്ടിൽ പോയാലും. രാജു നദി മീൻ തൈർ സക്താ ഹെ രാജുവിന് നദിയിൽ നീന്താൻ കഴിയും. മേരാ മിത്ര ദില്ലി സെ ആ രഹാ ഹെ എൻ്റെ ഫ്രണ്ട് ദില്ലിയിൽ നിന്ന് വരുന്നു. ഡേഷ് കപ്പടെ പെഹനോ തു കപ്പടെ പെഹൻ. തും കാം കീജി തും വരുമ്പോൾ കരോ തും കാം കരോ നിങ്ങൾ ജോലി ചെയ്യൂ. നദിയാം പർവ്വത് സേ നിക്കൽത്തി ഹെ നദികൾ പർവ്വതത്തിലൂടെയാണ് പോകുന്നത്. ഡേഷ് ആം കാവോ തും ആം കാവോ. അപ്പോൾ തും വരുമ്പോൾ ഓ ചേർക്കുക, തൂ വരുമ്പോൾ ആ ചേർക്കുക, ആപ്പ് വരുമ്പോൾ ഈയെ ചേർക്കുക. അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. തൂ തും ആപ്പ് ആ ആവോ ആയിയെ ജാ ജാവോ ജായിയെ. അതാണ് അതിൻ്റെ മെത്തേഡ്. ബച്ച സാമ്പ് സേ ഡർത്താ ഹെ പാമ്പ് കുട്ടി പാമ്പിനെ ഭയക്കുന്നു. അധ്യാപികയെ സ്കൂള് ജാത്തി ഹെ അധ്യാപിക സ്കൂളിൽ പോകുന്നു. അടുത്ത ഹാൻഡ് റൈറ്റിംഗ് എഴുതാനാണ്. അതുപോലെ നല്ല നീറ്റായിട്ട് എഴുതുക, വായിച്ച് തന്നെ എഴുതുക കേട്ടോ. പിന്നെ തരുന്നത് പാരഗ്രാഫ് തന്നിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിൻ്റെ അകത്ത് നിന്ന് കണ്ടെത്താനുള്ളതാണ്. അതൊക്കെ സിമ്പിളാണ്. ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് എഴുതാൻ പറ്റും. ആജ് ബച്ചോം കി സഫാ ഹുയി ഇന്ന് കുട്ടികൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഉन्होंने विचार किया कि वातावरण को कैसे स्वच्छ रखा जाए. അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞത് എങ്ങനെയാണ് പരിസ്ഥിതി നമ്മൾ വൃത്തിയുള്ളതായിട്ട് വയ്ക്കേണ്ടത്. उन्होंने निर्णय लिया कि वे रोज़ शाम को
കോളനി കെ പാർക്ക് സഫായി കരേഗി. എല്ലാ ദിവസവും വൈകുന്നേരം കോളനിയുടെ പാർക്ക് വൃത്തിയാക്കുമെന്ന് അവരെന്ത് ചെയ്തു, നിർണ്ണയം എടുത്തു. പ്ലാസ്റ്റിക് ഈ ദൈലിയാങ്ക പ്രയോഗി നഹി കരേഗി. അവർ പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക് ഈ ദൈലിയ പ്രദൂഷണ ബടാത്തി ഹെ. പ്ലാസ്റ്റിക് സഞ്ചികൾ എന്ത് ചെയ്യുന്നു, പ്രദൂഷണം ഉണ്ടാക്കുന്നു, അതായത് പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്നു. അപ്പനെ കോളനിമേ 2 കൂടേദാൻ ഫി രഖ്വായെങ്കിൽ. അവരവരുടെ കോളനിയിൽ 2 ഡസ്റ്റ്ബിൻ എന്ത് ചെയ്യും, വയ്ക്കും. സഫി ലോക അപ്പനെ കർക്ക കൂട കേവൽ കൂടേദാൻ മേ ഹി ഡാലേഗ. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലെ വേസ്റ്റുകൾ അവരുടെ വേസ്റ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഇടുക. അപ്പോൾ ആജ് കിസ്കി സഫാ ഹുയി, കിൻകി സഫാ ഹുയി. എന്ത് മീറ്റിംഗ് ആയിരുന്നു, ബച്ചോങ്കി. അപ്പോൾ സെൻറ്റൻസ് തന്നെ ആദ്യം ഉണ്ടല്ലേ, ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി അങ്ങ് എഴുതിയാൽ മതി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് വരിയുടെ ആൻസർ ഫസ്റ്റ് വരി തന്നെ മിക്കവാറും കാണും. അതേ സെൻറ്റൻസ് വരുന്ന സെൻറ്റൻസ് നോക്കിയാൽ മതി, അപ്പോൾ അതിന് ആൻസറായിട്ട് കിട്ടും. സഫാ മേ ക്യാ വിചാർ കിയാ ഗയ. വാതാവരണക്കു സ്വച്ഛ് കൈസെ രഖാ ജായ്. എന്തായിരുന്നു മീറ്റിംഗ്, പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കാം. ബച്ചേ രോസ് ഷാം കോ കിസ്കി സഫായി കരേഗെ. കുട്ടികൾ എന്നും വൈകിട്ട് എന്തിനെ സംരക്ഷിക്കും, കോളനിക്ക് പാർക്കിക്ക്. വേ പ്ലാസ്റ്റിക് की थैलियों का प्रयोग क्यों नहीं करते. क्योंकि പ്ലാസ്റ്റിക് की थैलियाँ പ്രദൂഷണം बढ़ाती है. എന്തുകൊണ്ട് പ്ലാസ്റ്റിക് സഞ്ചി വേണ്ട, അത് പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്നു. സഫി ലോഗ് അപ്പനെ ഘർ കാ കൂട കഹാ ഡാലേഗ. എല്ലാവരും എവിടെ വയ്ക്കണം, കൂടെ ദാൻമേ. അടുത്ത് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചാണ്. ഇതിൽ അതിന് ഒന്നായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. सभी भारतीय पूरे हर्ष और उत्साह से राष्ट्रीय उत्सव मनाते हैं. 15 അഗസ്റ്റ് हमारा സ്വാതന്ത്ര്യ ദിവസ് है. 15 ഓഗസ്റ്റാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എല്ലാവരും വളരെ ഉത്സവത്തോടെ ഈ ഉത്സവം ആഘോഷിക്കുന്നു. हमारा देश 15 അഗസ്റ്റ് 1947 के दिन ആസാദ് ഹുവ. നമ്മുടെ രാജ്യം 15 ഓഗസ്റ്റ് 1947 സ്വാതന്ത്ര്യം കിട്ടിയത്. 26 जनवरी 1950 के दिन भारत का संविधान लागू हुआ था. 26 ജനുവരി 1950 നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയത്. ഇസ് ദിൻ ഹം ഗണതന്ത്ര ദിവസ് മനാത്തെ ഹെ. ഈ ദിവസമാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. 2 अक्टूबर को हमारे राष्ट्रपिता गांधी जी का जन्म दिवस है. ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ജനിച്ചത്. യഹ് ദിൻ ഗാന്ധിജി ജയന്തി കെ രൂപ മേ മനാത്തെ ഹെ. ഈ ദിവസം ഗാന്ധി ജയന്തിയായിട്ട് എന്ത് ചെയ്യുന്നു, ആഘോഷിക്കുന്നു. അപ്പോൾ താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഭാരത് കബ് സ്വതന്ത്ര ഹുവ. എന്നായിരുന്നു ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്, 15 അഗസ്റ്റ് 1947 के दिन ഭാരത് സ്വതന്ത്ര ഹുവ. ജനുവരി 26 की വിശേഷത ക്യാ ഹെ. എന്താണ് ജനുവരി 26 പ്രത്യേകത. 1950 जनवरी 26 को हमारा संविधान लागू हुआ. അപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയത് ജനുവരി 26, 1950. യഹ് ദിൻ ഹം ഗണതന്ത്ര കെ രൂപ മേ മാനത്തെ ഹെ. ഈ ദിവസം നമ്മൾ സ്വാതന്ത്ര്യ ദിവസമായിട്ട് ആഘോഷിക്കുന്നു. റിപ്പബ്ലിക് ഡേറ്റ്. हमारे രാഷ്ട്രീയ ഉത്സവ് കോൺ കോൺ ഹെ. നമ്മുടെ രാഷ്ട്രീയ ഉത്സവമാണ് സ്വതന്ത്രതാ ദിവസ്, ഗണതന്ത്ര ദിവസ് ഓർ ഗാന്ധി ജയന്തി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക, അതുപോലെ തന്നെ എഴുതണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതൊക്കെ തന്നെ നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ നോട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക. അപ്പോൾ 2 വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5th സ്റ്റാൻഡേർഡിൻ്റെ മൊത്തം 3 വീഡിയോ ഉണ്ട്. ഫസ്റ്റത്തത് PDF മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ വരുന്നത് പാർട്ട് 1ഉം പാർട്ട് 2 ആണ്. അതിൽ 2ലും ഫുൾ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ടീച്ചറിന് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ മക്കളും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. നല്ല മാർക്കോടെ റാങ്ക് കിട്ടാൻ വേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും